ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അപ്കമിങ് എപ്പിസോഡിനെ പറ്റിയാണ് കേട്ടോ ഇന്ന് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അലീനേനെയും കൂട്ടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. പഴയതുപോലെയല്ല, നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ തിരിച്ചു വരുന്നത്. വന്ന ഉടനെ ബാലേന്ദ്രൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഇനി അലീന ഇവിടുത്തെ ഹോം നേഴ്സല്ല, ബാലചന്ദ്രമേനോൻ്റെ മകളാണ്. അങ്ങനെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. എൻ്റെ മക്കൾക്കുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഇന്നു മുതൽ അലീനയ്ക്കും ഉണ്ടായിരിക്കും. രോഹിത്തിനും ബബിതയ്ക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അച്ഛനെ എതിർക്കാനുള്ള കഴിവില്ലാത്ത കാരണം അവർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ വൈജയന്തി അങ്ങനെയല്ല, അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. അതിന് മറുപടിയായി നല്ലൊരു താക്കീതും ബാലേന്ദ്രൻ വൈജയന്തിക്ക് കൊടുക്കുന്നുണ്ട്. നല്ല മനസ്സോടെ ഒരു മകളെപ്പോലെ കരുതി സ്നേഹിച്ച നിനക്ക് നല്ലത്. അതല്ല, പഴയ പോലെ ഗുസ്തി പിടിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ ജീവിതം മഹാദുരിതവും. പക്ഷേ ഇതുകൊണ്ടൊന്നും വൈജയന്തി അടങ്ങുന്നില്ല കേട്ടോ. ഓരോ ദിവസം കഴിയും തോറും ബാലേന്ദ്രനും അലീനയും തമ്മിലുള്ള അച്ഛൻ മകൾ ബന്ധം കൂടുതൽ സ്ട്രോങ് ആയി വരും. ഇനി അങ്ങോട്ട് അച്ഛനെന്നാണ് കേട്ടോ അലീന ബാലചന്ദ്രനെ വിളിക്കാൻ പോകുന്നത്. അതും കൂടി കേൾക്കുന്നതോടെ വൈജയന്തിക്ക് അലീനോടുള്ള ദേഷ്യം കൂടിക്കൂടി വരും. അങ്ങനെ അലീനയെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരവസരവും വൈജയന്തി പാഴാക്കില്ല കേട്ടോ. അലീനയ്ക്ക് അതിലൊന്നും പരാതിയില്ലെങ്കിലും ബാലേന്ദ്രൻ അത് കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല കേട്ടോ. അലീന സ്വന്തം മകളാണെന്നറിഞ്ഞാൽ പിന്നെ വൈജയന്തി ബാലേന്ദ്രനുമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയില്ലെന്ന് ബാലേന്ദ്രൻ നന്നായിട്ടറിയാം. അതോടുകൂടി ഈ കുടുംബം ആകെ തകർന്നു പോവും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ ഈ സത്യം വൈജയന്തിയെ അറിയിക്കാത്തത്. എന്നാൽ അലീനയെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ ബാലേന്ദ്രൻ ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ബാലേന്ദ്രന് അലീനയുടെ അച്ഛനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു ദിവസം അലീനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ യഥാർത്ഥ അച്ഛനെ ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ലേ? ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനെ ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന്. പക്ഷേ അദ്ദേഹം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ. ഒരു പട്ടാളക്കാരനാണെന്ന് മാത്രം അറിയാം. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നീ അറിഞ്ഞു? അപ്പം അലീന പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശിയോട് പഴയ കാര്യങ്ങൾ ഒരുപാട് കുത്തി കുത്തി ചോദിച്ചപ്പോൾ കിട്ടിയതാ. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ആള് കൊള്ളാലോ, അപ്പോൾ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ നിനക്കറിയാലേ? ഇത് കേൾക്കുമ്പോൾ അലീന ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നിന്റെ യഥാർത്ഥ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ച് തരാം. ആളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ അതുമാത്രം പോരാ, കുറച്ചും കൂടി വിവരങ്ങൾ അറിയാനുണ്ട്. പക്ഷേ നീ എനിക്ക് വാക്ക് തരണം. യഥാർത്ഥ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ ഈ അച്ഛനെ നീ മറക്കരുത്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഈ അച്ഛനെ ഞാൻ മറക്കാനോ? ഞാൻ ആദ്യമായി അച്ഛനെന്ന് വിളിക്കുന്നത് എൻ്റെ ഈ ബാലച്ഛനെയാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കാരും, എൻ്റെ അമ്മ പോലും. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയുടെ അച്ഛൻ്റെ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ബാലേന്ദ്രൻ ഒരിക്കൽ കൂടി നീലഗിരിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഗംഗേട്ടനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഗംഗാധരമേനോനാണെങ്കിലും സ്റ്റാൻലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പം അറിയില്ല കേട്ടോ. പണ്ടത്തെ അഡ്രസ്സ് മാത്രമേ കയ്യിലുള്ളൂ. അത് ബാലേന്ദ്രന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനെ കണ്ടതും അലീന ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛനെപ്പറ്റി വിവരങ്ങൾ കിട്ടിയോ? ഫോട്ടോ എന്തെങ്കിലും കിട്ടിയോ? അച്ഛൻ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയാണ് കേട്ടോ അലീനയ്ക്ക്. ഇത് കാണുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ ധൃതി കാണുമ്പോൾ ഇപ്പം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോവും തോന്നുന്നുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ അച്ഛനെയും അമ്മേനെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന്. അമ്മയെ കാണാൻ സാധിച്ചു. അച്ഛനെ അതുപോലെ ഒരു നോക്കെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചതാ. അതുകൊണ്ടാ ഞാൻ. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം. സ്റ്റാൻലി എന്നാ നിന്റെ അച്ഛൻ്റെ പേര്. അയാൾ മിലിറ്ററിയിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാലമായി. ആളുടെ പഴയ ഒരു അഡ്രസ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം ഞാൻ അവിടെ വരെ ഒന്ന് പോട്ടെ. എന്താ അവിടുത്തെ അവസ്ഥ എന്നറിയില്ലല്ലോ. അയാൾക്ക് ചിലപ്പോൾ മറ്റൊരു കുടുംബം ഉണ്ടാവാം, ഭാര്യയും മക്കളും ഉണ്ടാവാം. പെട്ടെന്ന് നിന്നെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും ഞാൻ അയാളെ ഒന്ന് കാണട്ടെ. നിന്റെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഞാൻ ബോധിപ്പിക്കാം.
അയാൾക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് നിന്റെ അച്ഛൻ്റെ കൂടെ കുറച്ച് ദിവസം ചെലവഴിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. അതുപോരെ നിനക്ക്? ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മതി, അത്രയും മതി. അങ്ങനെ സ്റ്റാൻലി അന്വേഷിച്ച് ബാലേന്ദ്രൻ പോവാണ് കേട്ടോ. പത്തനംതിട്ട പുനലൂരാണ് കേട്ടോ സ്റ്റാൻലിയുടെ വീട്. അവിടുത്തെ പേര് കേട്ട ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് സ്റ്റാൻലിയുടെ. കൊട്ടാരമറ്റത്തിൽ നിന്നാണ് കേട്ടോ വീട്ടുപേര്. നമ്മുടെ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും മകൻ സ്നേഹിച്ച ഷെറിൻ്റെ ചേട്ടനാണ് കേട്ടോ സ്റ്റാൻലി. ആഗ്രയിൽ നിന്ന് പോന്ന ശേഷം ആൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി കുറച്ചു കാലം കിടപ്പിലായിരുന്നു. ആ സമയത്തായിരുന്നു കേട്ടോ വൈജയന്തിയുടെ കല്യാണം. അതിനുശേഷം ആൾ മിലിറ്ററി ജോലിയൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പോൾ കോടീശ്വരനായ ഒരു പ്ലാനറാണ് കേട്ടോ സ്റ്റാൻലി. ഭാര്യയും 3 മക്കളാണ് കേട്ടോ സ്റ്റാൻലിക്കുള്ളത്. ഭാര്യയായിട്ട് അത്ര രസത്തിലില്ലാത്തതുകൊണ്ട് പിരിഞ്ഞാണ് കേട്ടോ അവർ താമസിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലി അന്വേഷിച്ച് ബാലചന്ദ്രൻ കൊട്ടാരമറ്റത്തിൽ വീട്ടിലെത്തുകയാണ് കേട്ടോ. അവിടെ വെച്ച് സ്റ്റാൻലിയുടെ അപ്പച്ചനെ കാണുന്നുണ്ട്. ഒരു പഴയ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ സ്റ്റാൻലിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പച്ചനോട്. അപ്പച്ചൻ്റെ സംസാരത്തിൽ നിന്ന് സ്റ്റാൻലി വളരെ ഗൗരവക്കാരനും ആര് പറഞ്ഞാലും കൂട്ടാക്കാത്ത ഒരു ക്യാരക്ടറാണെന്ന് ബാലേന്ദ്രന് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാൻലിയുടെ ഓഫീസ് അഡ്രസ്സും വാങ്ങി ബാലേന്ദ്രൻ സ്റ്റാൻലിയെ കാണാൻ പോകുന്നുണ്ട്. സ്റ്റാൻലിയെ കണ്ടതും ബാലേന്ദ്രൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ബാലചന്ദ്രൻ, പാലായിൽ നിന്ന് വരുക. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്ന്. പക്ഷേ മറ്റൊരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. ഞാൻ വൈജയന്തിയുടെ ഹസ്ബൻഡാ. ഇത് കേട്ടതും സ്റ്റാൻലി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വൈജയന്തിയുടെ ഹസ്ബൻഡ് ഇതേപോലെ തന്നെ അന്വേഷിച്ചു വരുമെന്ന്. സ്റ്റാൻലിക്കാണെങ്കിൽ ബാലേന്ദ്രനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ ബാലേന്ദ്രൻ അലീനയെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വൈജയന്തി ഉപേക്ഷിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അന്വേഷിക്കാതെയല്ല, ഞാൻ വൈജയ് തേടി എത്തുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലായി പോയിരുന്നു ഞാൻ. അതിൽ നിന്നും റിക്കവറായി ഞാൻ വൈജയ് തേടി എത്തുമ്പോഴേക്കും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അതോടെ എനിക്ക് ഉറപ്പായി എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ലെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ വൈജു ഒരിക്കലും മറ്റൊരാളെ വിവാഹം കഴിക്കില്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ശരിയായിരിക്കാം. കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വൈജയന്തി ഒരിക്കലും എന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. കുഞ്ഞ് മരിച്ചു പോയെന്ന് തന്നെയാണ് അവളെ എല്ലാവരും ധരിപ്പിച്ചിരുന്നത്. പക്ഷേ അതല്ല സത്യം. ആ കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ട്. വൈജയന്തിയുടെ അച്ഛനും ആങ്ങളമാരും കൂടി ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ കൊണ്ട് തള്ളി. അതൊരു പെൺകുഞ്ഞായിരുന്നു. ഇന്ന് അവൾക്ക് 22 വയസ്സുണ്ട്. ഇത് കേട്ടതും സ്റ്റാൻലിക്ക് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. സന്തോഷവും അതോടൊപ്പം സങ്കടവും ഒക്കെ വരുന്നുണ്ട് സ്റ്റാൻലിക്ക്. എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പം എവിടെയുണ്ട് എൻ്റെ മോള്? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളിപ്പോൾ അവളുടെ അമ്മയുടെ അടുത്തുണ്ട്. പക്ഷേ അവളുടെ അമ്മയ്ക്ക് അറിയില്ല അത് അവളുടെ സ്വന്തം മോളാണെന്ന്. സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ടും അമ്മയെന്നൊന്ന് വിളിക്കാൻ കഴിയാതെ ഒരു വേലക്കാരിയെ പോലെ കഴിയുന്നുണ്ട് അവൾ. ഞാൻ ഈ സത്യങ്ങളൊക്കെ ഈ അടുത്താണ് അറിഞ്ഞത്. ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളെ പോലെ കാണുന്നേ, അവളെന്നെ അച്ഛനായിട്ടും. പക്ഷേ വൈജയന്തിയോട് ഈ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവളിതറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെയും 3 മക്കളുണ്ട്. ഒരുപക്ഷെ ഈ സത്യം വൈജയന്തി അറിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം ഇല്ലാതാവും. അലീനയ്ക്ക് അവളുടെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വരെ എത്തിയത്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന എന്നാണോ എൻ്റെ മോളുടെ പേര്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ. അവളെ വളർത്തിയത് ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവരുടെ ഓർഫനേജിലാണ് അവൾ ഇത്രയും കാലം വളർന്നത്. നല്ല അടക്കവും ഒതുക്കവും അച്ചടക്കവും ഒക്കെയുള്ള കുട്ടിയാണ് അലീന. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ. അവിടെ നിന്ന് വൈജയന്തിയുടെ അച്ഛൻ കുഞ്ഞിരാമൻ മേനോൻ വഴിയാണ് അവൾ ഞങ്ങളുടെ വീട്ടിൽ ഹോം നേഴ്സായി എത്തുന്നത്. ഇപ്പോഴും വൈജയന്തിക്ക് അറിയില്ല അവൾ സ്വന്തം മകളാണെന്ന്. അതുകൊണ്ട് തന്നെ അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് വൈജയന്തി. അവൾ അതെല്ലാം സഹിച്ചു ക്ഷമിച്ചാ ആ വീട്ടിൽ നിൽക്കുന്നത്. അവളൊരാഗ്രഹം പറഞ്ഞു, അവളുടെ അച്ഛനെ കാണണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തേടിയെത്തിയത്. കഴിയുമെങ്കിൽ കുറച്ച് ദിവസം അവളെ നിങ്ങളുടെ കൂടെ നിർത്തണം. കഴിയുമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ തന്നെ വളരും, എൻ്റെ മക്കളിൽ ഒരാളായിട്ട്. ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് കേട്ടതും സ്റ്റാൻലിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കോടീശ്വരനായ കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി
നെടുമ്പുരക്കൽ ബാലചന്ദ്രമേനോൻ്റെ മുമ്പിൽ ചൂളിപ്പോയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. അപ്പോൾ സ്റ്റാൻലി ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾ വലിയ മനുഷ്യനാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മോളെ കാണണമെന്നുണ്ട്. അവളുടെ കൂടെ സമയം ചെലവഴിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാം. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരണ്ട. ഞാൻ തന്നെ ഒരു ദിവസം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. അവളെ കഷ്ടപ്പെടുത്തില്ലാന്ന്. ഒരുപാട് ദുരിതങ്ങൾ അവൾ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവൾക്കതുണ്ടാവാൻ പാടില്ല. ആ ഉറപ്പ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവരാം. അങ്ങനെ സ്റ്റാൻലി വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന്. അപ്പോൾ ഇതാണ് കേട്ടോ വരാൻ പോകുന്നൊരു എപ്പിസോഡ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്